സാറെന്ത് ഇവിടെക്കാ? സാറെന്തായാലും ആലോചനയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. മാസിനോ എടാ അതൊന്നുമില്ലടാ, ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു. നമ്മൾ ഈ ചില TV ഷോസിലൊക്കെ കാണാറില്ല, അല്ലെങ്കിൽ ചില ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, എന്താണ് കുട്ടികളോട് അങ്ങനെ പെരുമാറണം ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ. നീ കേട്ടിട്ടുണ്ടോ? അതായത് ചില വിദഗ്ധരൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ കാണാറുണ്ട്. ഞാൻ ആ ഷോസൊക്കെ ഇങ്ങനെ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ഏത് സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ. അപ്പോൾ എനിക്കിപ്പോൾ ഉണ്ടായ ഒരു തോട്ടാണ്, ഞാനിപ്പോൾ കുറച്ച് കുട്ടികളെ ഇപ്പോൾ കണ്ടിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ എനിക്കുണ്ടായ ഒരു തോട്ടാണ്, നമ്മൾ കുട്ടി വാശി പിടിക്കുമ്പോഴും കുട്ടി കരയുമ്പോഴും അല്ലെങ്കിൽ മറ്റ് കുട്ടി നമ്മളോട് കലഹിക്കുമ്പോഴൊക്കെ നമ്മളൊരു ഈ വിദഗ്ധരുടെ ഈ നിർദ്ദേശപ്രകാരം കുട്ടിയോട് വളരെ സ്നേഹത്തോടു കൂടി വളരെ ലാളനയോടുകൂടി കുട്ടിയെ സമീപിക്കുമ്പോൾ കുട്ടിക്ക് തന്നെ തോന്നില്ലേ അതൊരു നാടകീയതയാണ്. നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നീ ചെറുപ്പത്തിൽ ഇങ്ങനെ വാശി പിടിച്ച് കരയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ? ശരിക്കും എനിക്ക് അതിനകത്തൊരു നാടകീയത തോന്നും. എങ്ങനെ നമുക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ കടിച്ചു പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അവരോട് വളരെ നന്നായിട്ട് പെരുമാറാൻ ശ്രമിക്കും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മൾ ഇങ്ങനെ നാടകീയത ഇല്ലാതെ, ഇപ്പോൾ എൻ്റെ ഒരു കുട്ടി ഭയങ്കരമായി വാശി പിടിച്ച് കരയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് എൻ്റെ ചില നോട്ടങ്ങൾ കൊണ്ട്, ചില ശാസനകൾ കൊണ്ട്, ചില ഇടപെടലുകൾ കൊണ്ട്, അതായത് എനിക്കും എൻ്റെ കുട്ടിക്കും മാത്രം അറിയാവുന്ന ചില കമ്മ്യൂണിക്കേഷനിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധങ്ങളിൽ ചില ഇണക്കങ്ങളൊക്കെ ആയിട്ട് വളരെ നാച്ചുറലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതേസമയം അവിടെ എന്തുണ്ടാകാൻ പാടില്ല, ഈ ടോക്സിക് ആയിട്ടുള്ള സംസാരങ്ങൾ, ടോക്സിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളില്ലാതെ കുട്ടിയെ ശകാരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അതിനൊരു സ്നേഹത്തിന്റെ ഒരു സ്പർശത്തോടു കൂടി നമുക്ക് ശകാരിക്കാൻ പറ്റും. അതുപോലെ ഈ ദേഹോപദ്രവം നൽകാതെ ഒട്ടുമല്ലാത്ത ഇടപെടലുകൾ നടത്തിയാൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും നല്ലൊരു പാരന്റിങ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാര്യം എനിക്കൊരു കുട്ടിയുണ്ട്, ഞാൻ അവളെ ശകാരിക്കാറുണ്ട്, അവളെ സ്നേഹിക്കാറുണ്ട്, അവൾക്ക് അവളുടെ കുസൃതികളിൽ ഞാൻ കൂടെ ഒപ്പം നിൽക്കാറുണ്ട്. എന്നാലും എനിക്കെന്താണ്, അവളോട് സ്നേഹം മാത്രമാണ്, അവൾക്ക് തിരിച്ചു എന്നോട് സ്നേഹം മാത്രമാണ്, അവിടെ ഒന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ യാന്ത്രികമായിട്ടുള്ള ഈ പറച്ചിലുകൾക്ക് നമ്മളെല്ലാവരും ഫോളോ ചെയ്യണോ എന്നുള്ളതാണ്. ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വലായിട്ട് അവരവരുടേതായ ചില സ്ട്രെങ്ത്തും ഉണ്ടാവും, വീക്ക്നെസ്സും ഉണ്ടാവും. അത് പാരന്റ് കൃത്യമായി മനസ്സിലാക്കിയാൽ കുട്ടിയെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. വാസിൻ എന്ത് പറയുന്നു? ഞാൻ ഇതിനെ പറ്റിയൊന്നും ഇങ്ങനെ അധികം ചിന്തിച്ചിട്ടില്ല, പക്ഷെ സാറ് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി അത് നല്ലൊരു ഇതാണെന്ന്. അത്രേ ഉള്ളൂ. നമ്മൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നമ്മൾ പരസ്പരം മനസ്സിലാക്കി ഉള്ള ഇടപെടലുകൾ നടത്തിയാൽ അതായിരിക്കും ഏറ്റവും വലിയ വിജയം. നിങ്ങളും ചിന്തിച്ചു നോക്കുക ഏത് രീതിയിൽ നിങ്ങളുടെ ബന്ധങ്ങളെ കൊണ്ടുപോകണം എന്നുള്ളത്.